We are continuing with two more measures for finding the best split attribute. Now there is a problem with information gain that it is biased towards tests with many outcomes. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക പ്രോഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി വിനോ ഐ ഡി എന്ന് പറയുന്നത് ഒരു കീ പ്രൈമറി കീ ആയതുകൊണ്ട് തന്നെ ഒരു ടപ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്യുവർ. ആൻഡ് ഇൻഫർമേഷൻ ഗെയിനിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ചിന്തിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്യുവറായിട്ട് കിട്ടുന്നത് ഏത് ആട്രിബ്യൂട്ടാണോ അതാണ് ബെസ്റ്റ് സ്പ്ലിറ്റ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എൻ ആട്രിബ്യൂട്ട് പ്രോഡക്റ്റ് ഐ ഡി ഓർ എൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് എ പ്രൈമറി കീ, ഒബ്വിയസ്ലി ഓരോ ടപ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്യുവർ. പ്രൈമറി കീ ആയതുകൊണ്ട് തന്നെ ഓരോ ടപ്പിളിലും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് എൻ എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് പാർട്ടീഷനിങ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ബയസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഗെയിൻ റേഷ്യോയും ജിനി ഇൻഡെക്സും. ഗെയിൻ റേഷ്യോ ഇതെങ്ങനെ ബയസ് ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് നോർമലൈസസ് ഇൻഫർമേഷൻ ഗെയിൻ ഇൻ ടു സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഗെയിൻ. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ്റെ മാത്രമല്ല ഗെയിൻ, ഡിയുടെ ടോട്ടൽ ഇൻഫർമേഷൻ എടുത്തും ഇൻഫർമേഷൻ ഒരു പർട്ടിക്കുലർ സ്പ്ലിറ്റിൻ്റെ മാത്രം എടുത്തു വെച്ചിട്ടും അല്ല ചെയ്യുന്നത്. പകരം ഗെയിനിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. നോട്ട് റേഷ്യോ. ഗെയിൻ റേഷ്യോ is given by gain ratio is gain of the attribute divided by the information gain if the data is split according to that particular attribute. അപ്പം ശരിക്കും ഇത് കീവേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഗെയിൻ വളരെ കുറവായിരിക്കും. എന്നുവെച്ചാൽ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ വിൽ ബി വെരി ഹൈ, സോ ദ റേഷ്യോ വിൽ ബി വെരി ലോ. ആൻഡ് മാക്സിമം റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഇത് ഗുഡ് അല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വാട്ട് ഇസ് ദ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പം ഏജ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഏജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദെൻ എത്ര യെസ്സും എത്ര സ്പ്ലിറ്റ് ഉണ്ട്? അവിടെ 3 സ്പ്ലിറ്റ് ഉണ്ട്. വി എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. യൂത്തിൻ്റെയും മിഡിൽ ഏജ്ഡിൻ്റെയും സീനിയറിൻ്റെയും. അതിൻ്റെ ടോട്ടൽ നമ്പർ മാത്രം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ വി വിൽ ഹാവ് മൈനസ് യൂത്ത് എടുക്കുകയാണെങ്കിൽ 5 out of 14 ഇൻറ്റു ലോഗ് 5 out of 14 മൈനസ് എഗെയിൻ മിഡിൽ ഏജ്ഡ് 4 out of 14 ഇൻറ്റു ലോഗ് ഓഫ് 4 out of 14 മൈനസ് എഗെയിൻ സീനിയറിന് 5 out of 14 ഇൻറ്റു ലോഗ് 5 out of 14. അതാണ് സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഓഫ് ഡി. ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗെയിൻ ഓഫ് എ കണ്ടുപിടിക്കുക. ഗെയിൻ ഓഫ് എ കണ്ടുപിടിച്ചിട്ട് ഗെയിൻ റേഷ്യോ ഇസ് ഈക്വൽ ടു ഗെയിൻ ഓഫ് എ ഡിവൈഡഡ് ബൈ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഓഫ് എ. ഇതിപ്പം ഓൾറെഡി ഐ ഹാവ് ടോൾഡ് യു ഹൗ ടു കാൽക്കുലേറ്റ് ദീസ് തിങ്സ്. അതുകൊണ്ട് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് ഷോ യു ദ ടോട്ടൽ വാല്യൂസ്. ദേ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ D1/D വെച്ചാൽ 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. കാരണം ഒന്ന് യൂത്ത് ഉണ്ട്, മിഡിൽ ഏജ്ഡ് ഉണ്ട്, സീനിയർ ഉണ്ട്. യൂത്തിൻ്റേത് -5/14 log 5/14, മിഡിൽ ഏജ്ഡ് 4/14 log 4/14 ആൻഡ് സീനിയർ 5/14 log 5/14. അപ്പോൾ ടോട്ടൽ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഓഫ് ഡി ബേസ്ഡ് ഓൺ ഏജ് is 1.577. മറ്റേ കേസിൽ നമ്മൾ ടോട്ടൽ ഇൻഫർമേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് യെസസും ടോട്ടൽ നമ്പർ ഓഫ് നോസും മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഓരോ ആട്രിബ്യൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പ്ലിറ്റ് ഉണ്ടെന്നാണ് ഈ വാല്യൂ നമുക്ക് പറയുന്നത്. സോ 1.577 ആണ് ഇവിടെ വന്നത്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഏജിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 0.246 ആയിരുന്നു. സോ ദ ഗെയിൻ റേഷ്യോ ഇസ് ഈക്വൽ ടു ഗെയിൻ ഓഫ് ഏജ് ഡിവൈഡഡ് ബൈ ദിസ് സ്പ്ലിറ്റ് ഇൻഫർമേഷൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.155. ഇതേപോലെ തന്നെ എല്ലാ ആട്രിബ്യൂട്ടിൻ്റെയും കണ്ടുപിടിക്കും. ഏറ്റവും ഹയസ്റ്റ് ഗെയിൻ റേഷ്യോ ഏതിനാണോ ഉള്ളത് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ വി ആർ യൂസിങ് ഗെയിൻ റേഷ്യോ. ഇനി ഗെയിൻ റേഷ്യോ കൂടാതെ ദർ ഇസ് അനദർ വാല്യൂ കോൾഡ് ജിനി ഇൻഡെക്സ്. ഈ ഗെയിൻ റേഷ്യോയിലും ഇൻഫർമേഷൻ ഗെയിനിലും മാക്സിമം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ജിനി ഇൻഡെക്സിൽ അങ്ങനെയല്ല. ജിനി ഇൻഡെക്സിൽ ഇംപ്യൂരിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. സോ ഏറ്റവും ലീസ്റ്റ് ഇംപ്യൂരിറ്റി ഉള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് എവിടെ വെച്ച് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. സോ ഏത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്താലാണ് ലീസ്റ്റ് ഇംപ്യൂരിറ്റി കിട്ടുന്നതെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നൗ മെഷർ ഓഫ് ഇംപ്യൂരിറ്റി ഓഫ് ഡി ആണ് ജിനി ഇൻഡെക്സ്. സോ ജിനി ഓഫ് ഡി ഈസ് ഈക്വൽ ടു, ദിസ് ഇസ് ദ ഫോർമുല, 1 മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m. എത്ര ക്ലാസ് ഉണ്ടോ അത്രയും m ഉണ്ടാവും, PI². സോ ഇവിടെ
യെസ്സും നോയും 2 ക്ലാസ് മാത്രമേ ഉള്ളൂ. സോ വിൽ ഹാവ് 1 മൈനസ് 9/14 സ്ക്വയർ മൈനസ് 5/14 സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ജിനി ഇൻഡെക്സ് ഓഫ് ഡി. നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ കാണുന്നത് 9 യെസ്സും 5 നോയുമാണ് നമുക്കുള്ളത് ക്ലാസ്സസിന്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഫൗണ്ട് ജിനി ഓഫ് ഡി. ഇനി ഇൻ ജിനി ഇൻഡെക്സ് വി ആർ ഓൺലി ഡൂയിങ് ബൈനറി സ്പ്ലിറ്റ്സ്. അപ്പോൾ ആട്രിബ്യൂട്ടിൽ 3 വാല്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏത് 3 വാല്യൂ. ഇപ്പോൾ നമുക്ക് യൂത്തും മിഡിൽ ഏജ്ഡും സീനിയറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഏതെങ്കിലും 2 ക്ലബ് ചെയ്യണം. ഒന്നുകിൽ യൂത്തും മിഡിൽ ഏജ്ഡും ക്ലബ് ചെയ്യണം, അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡും സീനിയറും ക്ലബ് ചെയ്യണം, അല്ലെങ്കിൽ യൂത്തും സീനിയറും ക്ലബ് ചെയ്തിട്ട് നമ്മൾ 2 സ്പ്ലിറ്റായിട്ട് ജിനി ഇൻഡെക്സ് ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചിട്ട് മിനിമം ഏതാണ് ജിനി ഇൻഡെക്സ് ഫോർ വിച്ച് സ്പ്ലിറ്റ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ആട്രിബ്യൂട്ടിൽ ഏതൊക്കെ വാല്യൂസിനാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ദ ടെസ്റ്റ് ഇസ് ദ ആട്രിബ്യൂട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ആൻഡ് ടു ഫൈൻഡ് ദ വെയ്റ്റഡ് സം ഓഫ് ദ ഇംപ്യൂരിറ്റി ഓഫ് ഈച്ച് റിസൾട്ടിംഗ് പാർട്ടീഷൻ നമ്മളിങ്ങനെയാണ് 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സേ ദാറ്റ് യൂത്തിനെയും മിഡിൽ ഏജിനെയും കൂടെ ഒന്നിച്ച് ഒരു സെറ്റായിട്ടും സീനിയറിനെ സെപ്പറേറ്റ് ഒരു സെറ്റായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ യൂത്തും മിഡിൽ ഏജ്ഡും കൂടെ ഉള്ള സെറ്റാണ് D1, സീനിയർ മാത്രമുള്ള സെറ്റാണ് D2. D1ൻ്റെ ജിനി ഇൻഡെക്സ് ബേസ്ഡ് ഓൺ എ ഓഫ് ഡി എന്ന് പറയുന്നത് D1 ഡിവൈഡഡ് ബൈ ഡി ജിനി ഇൻഡെക്സ് ഓഫ് D1 പ്ലസ് D2 ഡിവൈഡഡ് ബൈ ഡി ജിനി ഇൻഡെക്സ് ഓഫ് D2. ഈ രീതിയിലാണ് നമ്മൾ എയുടെ ആട്രിബ്യൂട്ടിൻ്റെ ജിനി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൻ്റെ മിനിമം ടോട്ടൽ ഡിയുടെ ജിനി മൈനസ് ആ ആട്രിബ്യൂട്ടെ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ജിനിയുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുമ്പം ഡെൽറ്റ ഓഫ് ജിനി ഓഫ് എ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഹൗ മച്ച് ഇസ് ദ ഡിഫറൻസ് എന്ന് നമ്മൾ കണ്ടു. ഈ വാല്യൂവിനെ ദിസ് ഇസ് ദ റിഡക്ഷൻ, എത്ര റെഡ്യൂസ് ആവുന്നുണ്ട്, ആ ആട്രിബ്യൂട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ എത്ര റെഡ്യൂസ് ആവുന്നുണ്ട്. കൂടുതൽ റെഡ്യൂസ് ആവണം, ഇംപ്യൂരിറ്റി കൂടുതൽ റെഡ്യൂസ് ആവണം. സോ ഇതിനെ മാക്സിമൈസ് ചെയ്യുന്നത് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സ്പ്ലിറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ജിനിയെ മിനിമൈസ് ചെയ്യുന്നതും ഡെൽറ്റ ജിനിയെ മാക്സിമൈസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ സ്പ്ലിറ്റായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, ദ ഇക്വേഷൻസ് ആർ ഓൾ ദിസ് ഇസ് സെയിം. ഈ പഴയ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ഏജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ സി ജിനി ഓഫ് ഡി ഈസ് ഈക്വൽ ടു പി ഓഫ് എസ് സ്ക്വയർ മൈനസ് പി ഓഫ് നോ സ്ക്വയർ. സോ 1 മൈനസ് 9/14 സ്ക്വയർ മൈനസ് 5/14 സ്ക്വയർ. കാരണം 9 യെസ്സും 5 നോയുമായിരുന്നു ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് 0.459. ഇനി ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ അവർ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇൻകത്തെ ബേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സി ഇൻകം ഹാസ് ഗോട്ട് 3 വാല്യൂ ഉണ്ട്. ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. 3 വാല്യൂ ഉണ്ട്. ഈ 3 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് മാത്രമേ ജിനി ഇൻഡെക്സ് കൊണ്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് വി ഹാവ് ടു ഡിസൈഡ് എവിടെയെങ്കിലും ഇതിനെ ക്ലബ് ചെയ്യണം. സോ ഈ പർട്ടിക്കുലർ കേസിൽ ലോയും മീഡിയം കൂടെയാണ് ക്ലബ് ചെയ്തിരിക്കുന്നത്. ലോയും മീഡിയവും കൂടെയാണ് ക്ലബ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ ലോയും മീഡിയം കൂടെ ചേരുന്നത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നും ഹൈ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നും ഉള്ളതാണ് ഇത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഡേറ്റാബേസ്, ലോ ആൻഡ് മീഡിയം കൂടെ ചേർന്ന് ഹൈ എത്രയുണ്ട്? 1 2 3 4 ആണ് ഹൈ ഉള്ളത്. ഇപ്പോൾ ബാക്കി 10 ലോയും മീഡിയവും കൂടെ ചേർന്നാണ്. ഓക്കെ, സോ വി ഹാവ് 10 out of 14 ഫോർ ലോയും മീഡിയവും കൂടെ ചേർന്ന് ആൻഡ് 4 out of 14 ഫോർ ഹൈ. ഇനി D1 എടുക്കുവാണെന്നുണ്ടെങ്കിൽ ലോയും മീഡിയവും മാത്രം ഉള്ളതാണ് ഈ D1. ഓക്കെ, സോ അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലോയും മീഡിയത്തിൻ്റെ അകത്ത് എത്ര യെസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇവിടെ ഇതെല്ലാം ഇവിടെ ഒരു ഹൈ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ലോയും മീഡിയവും. സോ ഇവിടുന്ന് 1 2 3 4 5 6 7 യെസ് ഉണ്ട്. ആൻഡ് മീഡിയം ഇവിടെ 1 2 3 3 നോ ഉണ്ട്. ഓക്കെ, സോ we are calculating Gini of D1 is equal to 1 minus 7/10 yes the square minus നോയ്ക്ക് 3 out of 10 square plus 4 out of 14. 4 എണ്ണത്തിൽ എത്ര യെസ് ആണ് എത്ര നോ ആണ്? 2 യെസ്സും 2 നോ ആണ് സീനിയറിന് ഉള്ളത്. സോ ദിസ് ഇസ് എ Gini index of D2. So Gini of income is 0.443.
ഓക്കെ, സോ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിനി ഡിയിൽ നിന്നും 0.443 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഇവർക്ക് 0.01 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ എല്ലാ ഡെൽറ്റ ജിനിയും കാൽക്കുലേറ്റ് ചെയ്യണം ഫോർ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. എന്നിട്ട് കിട്ടുന്ന ഏതാണോ മിനിമം ജിനി വാല്യൂ കിട്ടുന്നത് അതിനെയാണ് എടുത്ത് നമ്മൾ ആട്രിബ്യൂട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എല്ലാം ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഏജിനെ യൂത്തും സീനിയറും ക്ലബ് ചെയ്ത് മിഡിൽ ഏജിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ജിനി ഇൻഡെക്സ് തരുന്നത്, ഇറ്റ് ഇസ് ലീസ്റ്റ് ജിനി ഇൻഡെക്സ് തരുന്നത്. അത് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഹൗ ജിനി ഇൻഡെക്സ് ഇസ് കാൽക്കുലേറ്റഡ്. നൗ ബാക്കി ഇത് രണ്ടിൻ്റെയും ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിൻ്റെതും ഇൻഫർമേഷൻ ഗെയിൻ്റെയും നിങ്ങൾ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദിസ് ക്രിയേറ്റിംഗ് ദ ഡിസിഷൻ ട്രീ ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് എക്സാമിനേഷൻസിൽ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. ഓക്കെ, നൗ ഇത് ഇച്ചിരി ടൈം എടുക്കുന്നതാണ്. സോ വിതൗട്ട് പ്രാക്ടീസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദിസ് ക്വിക്ക്ലി. സോ ഈ ഇക്വേഷൻസും പ്രോബ്ലവും ചെയ്യാനായിട്ട് പഠിക്കണം. നൗ ദിസ് ഇസ് ദ ലാസ്റ്റ് പാർട്ട്. ഇൻഫർമേഷൻ ഗെയിൻ യൂസ് ചെയ്താണ് ID3 അൽഗോറിതം സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ ചെയ്യുന്നത്. ഗെയിൻ റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് C4.5 അൽഗോറിതം സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ ചെയ്യുന്നത്. ജിനി ഇൻഡെക്സ് കാർട്ട് അൽഗോറിതത്തിൽ യൂസ് ചെയ്യുന്നതാണ്. വി വിൽ ബി ലുക്കിംഗ് അറ്റ് സം ഓഫ് ദീസ് algorithms in later classes. Thank you.